ഓം ശാന്താകാരം ഭുജഗസേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. നമസ്തേ സജ്ജനങ്ങളെ. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ ശ്രീ പത്മനാഭസ്വാമിയെയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ മാഹാത്മ്യത്തെക്കുറിച്ചും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി രചിച്ച ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ചില ഭാഗങ്ങൾ സജ്ജനങ്ങൾക്കായി ശ്രീ പത്മനാഭ സമക്ഷം സമർപ്പിക്കുന്നു. ശ്രീ മഹാവിഷ്ണുവിൻ്റെ 24 സങ്കല്പങ്ങളിലൊന്നാണ് ശ്രീ പത്മനാഭൻ. ഈ ക്ഷേത്രത്തിൽ ശാന്ത സ്വരൂപ നിത്യാനന്ദമൂർത്തിയായും ശ്രീരാമ അവതാരത്തിന് മുമ്പ് യോഗനിദ്രയിലാണ്ട അനന്തശായിയുമായിട്ടാണ് ഭഗവാന്റെ ധ്യാനം. നാഭിയിൽ നിന്നും പത്മം ഉയരുന്ന കാരണം പത്മനാഭൻ എന്ന നാമവും. 12008 സാളഗ്രാമം ഉൾക്കൊള്ളിച്ച് കടുശർക്കര യോഗത്തിൽ നിർമ്മിക്കപ്പെട്ട അനന്തശായി രൂപത്തിലുള്ള വിഗ്രഹമാണ് 3 നടകളിലൂടെ നാം ഇന്ന് കാണുന്ന ശ്രീ പത്മനാഭസ്വാമി വിഗ്രഹം. ക്ഷേത്രോത്പത്തിയും സ്ഥലപുരാണവും. ക്ഷേത്രോത്പത്തി അനാദി കാലങ്ങളിലേക്ക് മറയുന്ന കാരണം കൃത്യമായി തിട്ടപ്പെടുത്തുക അസാധ്യം. 5000 വർഷങ്ങൾ പിന്നിടുന്നവ സഹിതമുള്ള പുരാണങ്ങളിൽ പരാമർശമുള്ളതിനാൽ പഴമ സ്പഷ്ടമാണ്. സംഘകാലത്തെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അക്കാലത്തെ സാഹിത്യത്തിൽ ഈ അമ്പലം പറയപ്പെടുന്നു. സ്ഥലപുരാണമാകട്ടെ താരതമ്യേന കാലപ്പഴക്കം കുറഞ്ഞതാണ്. മൂലപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടത് 9ാം നൂറ്റാണ്ടിലെ നമ്പൂതിരി വംശജനായ വില്വമംഗലത്ത് സ്വാമിയാരെന്നും തുളു ബ്രാഹ്മണനായ ദിവാകര മുനിയെന്നും 2 പക്ഷമുണ്ട്. രണ്ടുപേരും ഒരാളാണെന്ന് മറ്റൊരഭിപ്രായവും. ഏതായാലും ഈ ക്ഷേത്രത്തിൽ 2 വിഭാഗക്കാരുടെയും ശക്തമായ പ്രാതിനിധ്യമുണ്ട്. തടനല്ലൂർ ഇല്ലത്തിലെ അംഗങ്ങളായ തന്ത്രിമാരും പുഷ്പാഞ്ജലി സ്വാമിയാരന്മാരും നമ്പൂതിരിമാരാകവേ 4 നമ്പിമാരടക്കം ശാന്തിക്കാരെല്ലാവരും അക്കരെ ഇക്കരെ ദേശിമാരായ തുളു മലയാള പോറ്റിമാരും. സ്വാമിയാരുടെ പേര് ഇവിടങ്ങളിൽ കൂടുതൽ അറിയപ്പെടുന്നതിനാൽ ആ പേരുപയോഗിച്ച് സ്ഥലപുരാണത്തിലേക്ക് കടക്കാം. ഒരു ദിവസം അതിതേജസ്വിയായ ഒരു ചെറിയ ബാലൻ സ്വാമിയാരുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. കുട്ടിയുടെ അടുക്കൽ വിവരങ്ങൾ ആരാഞ്ഞ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി എനിക്ക് മാതാപിതാക്കളുമില്ല ഭവനവുമില്ല എന്നായിരുന്നു. ഏകാന്ത ജീവിതം നയിച്ചിരുന്ന വില്വമംഗലം കൊച്ചതിഥിയുടെ അതിയായ ഓമനത്വത്തിൽ ആകർഷിതനായി തന്നോടൊപ്പം താമസിച്ചു കൊള്ളുവാൻ ക്ഷണിച്ചു. കുട്ടിയുടൻ സമ്മതം മൂളിയെങ്കിലും ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. തന്നോട് എപ്പോഴെങ്കിലും അപ്രീതി പ്രകടിപ്പിച്ചാൽ ഉടൻ അവിടം വിട്ടു പോകും. ബാല്യ ചാബല്യമെന്ന് കരുതി സന്യാസി സമ്മതിച്ചു. ഒരു ദിവസം ബാലൻ വികൃതി കാട്ടാൻ ഉത്സുകനായി. സ്വാമിയാരുടെ പൂജാസാമഗ്രികൾ മാറ്റി മറയ്ക്കുകയും പോരാതെ ഒരു സാളഗ്രാമം വായ്ക്കുള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്തു. ക്ഷമകെട്ട സ്വാമിയാർ സാളഗ്രാമം കണ്ടുപിടിച്ചപ്പോൾ കുപിതനായി കുട്ടിയെ പുറം കൈയാൽ തള്ളി മാറ്റി. അതിൽ അസന്തുഷ്ടനായ ബാലൻ തൽക്ഷണം മഠം വിട്ട് പാഞ്ഞു. ബാലൻ്റെ ദിവ്യത്വം പൊടുന്നനെ പൂർണ്ണമായി ഗ്രഹിച്ച മുനി പരിഭ്രാന്തനായി ബാലനെ തിരികെ വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടിയെങ്കിലും താമസിയാതെ ബാലൻ കൺമുൻപിൽ നിന്നും മറഞ്ഞു. കാൽച്ചിലമ്പൊലി ശ്രവിച്ച് അല്പം ദൂരം വില്വമംഗലം പിന്നിട്ടെങ്കിലും ആ സ്വരം കേൾക്കാതെയായി. പരവശനായ സ്വാമിയാർ പെട്ടെന്ന് ഒരു അശരീരി കേട്ടു. എന്നെ കാണണമെങ്കിൽ അനന്തൻകാട്ടിൽ വരിക. അപ്പോൾ മുതൽ അനന്തൻകാടിനെയും പൊന്നോമന കുഞ്ഞിനെയും തിരക്കി അദ്ദേഹം ദീർഘയാത്ര ആരംഭിച്ചു. വടക്കു മുതൽ തെക്കൻ കേരളം വരെ മാർഗമധ്യേ സ്വാമിയാർ സ്ഥാപിച്ച നിരവധി പുണ്യക്ഷേത്രങ്ങൾ ഈ പ്രയാണത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അനന്തൻകാട് കണ്ടെത്താതെ അലഞ്ഞുതിരിഞ്ഞ സ്വാമിയാർ ഒരു ദിവസം സന്ധ്യ മയങ്ങവേ ഏതോ വനത്തിനു സമീപം വൃക്ഷച്ചുവട്ടിൽ മനസ്സും ദേഹവും ക്ഷീണിച്ചിരുന്ന വേളയിൽ അല്പം ദൂരെയുള്ള പുലയക്കുടിയിൽ നിന്ന് കോപം നിറഞ്ഞ സ്ത്രീ ശബ്ദം ഉയർന്നു. കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ അനന്തൻകാട്ടിലെറിയും. ഉറങ്ങുവാൻ കൂട്ടാക്കാതെ കരഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ പിഞ്ചു ശിശുവിനെ ശാസിക്കുകയായിരുന്നു ആ പുലയ സ്ത്രീ. സ്വാമിയാർ ചാടി എഴുന്നേറ്റ് കുടിലിനു സമീപം അതിവേഗം എത്തി. ഭീതിയോടെ പതുങ്ങി നിന്ന സ്ത്രീയോട് അനന്തൻകാട് തിരക്കി. സമീപസ്ഥിതമായ വനത്തിനെ അവൾ ചൂണ്ടിക്കാട്ടി. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അവളെ അനുഗ്രഹിച്ചിട്ട് ഒരു കത്തിച്ച തിരിയും വാങ്ങി അദ്ദേഹം വനത്തിൽ ഓടി പ്രവേശിച്ചു. കൊച്ചു വെളുപ്പാൻ കാലം 4 മണി കഴിഞ്ഞപ്പോൾ
അപ്രതീക്ഷിതമായി ഒരു ഊക്കൻ ഇലിപ്പവൃക്ഷം ഒന്നല്ല മൂന്നെന്ന് പറയപ്പെടുന്നു. ശബ്ദഘോഷത്തോടെ സ്വാമിയാരുടെ മുന്നിൽ നിലംപതിച്ചു. തൽക്ഷണം 18 യോജന നീണ്ടു കിടക്കുന്ന അനന്തശായിയായ ശ്രീ പത്മനാഭസ്വാമിയുടെ അതിഗംഭീര രൂപം പ്രത്യക്ഷീഭവിച്ചു. കൈവശം ഒന്നുമില്ലാത്തതിനാൽ സമീപം കണ്ട ചിരട്ടയിൽ ഒരു കണ്ണിമാങ്ങ പറിച്ചുവെച്ച് തിരുമുമ്പിൽ സമർപ്പിച്ചു. ആ ചിരട്ട സ്വർണം പൊതിഞ്ഞ് ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. ശിരസ് തിരുവല്ലത്തും തിരുവുടൽ തിരുവനന്തപുരത്തും തൃപ്പാദം തൃപ്പാപ്പൂർ എന്നറിയപ്പെട്ടിരുന്ന തൃപ്പാദപുരത്തുമായി ശയിച്ച ഭീമാകാര ദിവ്യരൂപം പ്രദക്ഷിണം വയ്ക്കുക ദുഷ്കരമാകയാൽ സ്വാമിയാരുടെ ദണ്ഡിന് 3 വീതമായി ചുരുങ്ങണമേ എന്ന അപേക്ഷ മാനിച്ച് ഇന്നത്തെ സ്ഥിതിയിൽ ഇപ്പോഴത്തെ സ്ഥാനത്ത് ഒതുങ്ങി. വിവരങ്ങൾ അറിഞ്ഞ നാടുവാണ്ടിരുന്ന തമ്പുരാൻ അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും തനിക്ക് അനുഗ്രഹീത ദർശനമരുളിയ അതേ രൂപഭാവങ്ങളോട് കൂടിയ ഇലിപ്പ മരത്തിലുള്ള വിഗ്രഹം സ്വാമിയാർ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വില്വമംഗലത്തിൻ്റെ ഓർമ്മയ്ക്കായി ഭഗവാനുള്ള നിത്യപുഷ്പാഞ്ജലി സ്വാമിയാരന്മാർ തന്നെ നടത്തണമെന്നും തീരുമാനമായി. സന്യാസി പൂജ ഇവിടെ പുതുതല്ലാതിരുന്നുവെന്ന സൂചന പത്മപുരാണത്തിലെ ക്ഷേത്ര സന്യാസി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നു. 9-ാം നൂറ്റാണ്ടിന് മുമ്പേ ഈ മഹാക്ഷേത്രം അറിയപ്പെട്ടിരുന്നതിനാൽ വില്വമംഗലം നടത്തിയത് പുനഃപ്രതിഷ്ഠ ആയിരുന്നുവെന്ന് അനുമാനിക്കുവാനേ തരമുള്ളൂ. പുനഃപ്രതിഷ്ഠയുടെ തലേന്നാൾ നമ്പി അതിശയകരമായ ഒരു സ്വപ്നം കണ്ടു. ഭഗവാൻ സ്വയം പ്രത്യക്ഷമായി ഒരു നിർദ്ദേശം നൽകി. തൻ്റെ ശ്രീകോവിലിലെ ആദ്യ ദീപം തെളിയിക്കേണ്ടത് പുലയക്കുടിയിൽ നിന്നുമുള്ള അഗ്നിയിൽ നിന്നായിരിക്കണം. ആ ആജ്ഞ ബന്ധപ്പെട്ടവർ ശിരസാ വഹിച്ചു. ഇതിനുശേഷം തീയടി പുലയി എന്നായിരുന്നു പ്രസ്തുത പുലയസ്ത്രീ അറിയപ്പെട്ടിരുന്നത്. ഭഗവാനെ ഈ പുലയസ്ത്രീയുമായി ബന്ധിച്ചുകൊണ്ടുള്ള വേറൊരു വായ്മൊഴി ഇവിടെ പ്രസക്തമാണ്. പുലയ ദമ്പതിമാർ പുല്ല് വെട്ടിക്കൊണ്ടിരുന്ന വേളയിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ശോഭനീയമായ ഒരു ബാലനെ കണ്ടെത്തുകയും ചെയ്തു. വെയിൽ തട്ടാതെ 5 ഫണങ്ങൾ കുടയായി ഉയർത്തിപ്പിടിച്ച് ഒരു സർപ്പം കാവൽ നിന്നിരുന്നു. ഇവരെ കണ്ട മാത്രയിൽ സർപ്പം അന്തർധാനം ചെയ്തു. ശിശുവിനെ ഭവനത്തിൽ കൊണ്ടുപോയി പാലൂട്ടി ആ സാധു പുലയി മകനെപ്പോലെ ആ ശിശുവിനെ പരിപാലിച്ചു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു. കയ്യിലെടുത്ത് ഉറക്കിക്കൊണ്ടിരുന്ന ആ പിഞ്ചു ബാലൻ പെട്ടെന്ന് മിന്നലിൻ്റെ പ്രകാശത്തോടെ കരങ്ങളിൽ നിന്നും പൊങ്ങി അനന്തൻ കാട്ടിലേക്ക് മറഞ്ഞു. പകരം ആ കൈകളിൽ ഒരു മരക്കഷ്ണം ആവേശിച്ചു. കുറച്ചു കാലത്തേക്കെങ്കിലും ജഗത്തിൻ്റെ കർത്താവായ സർവേശ്വരനായ തന്നെ മകനായി വളർത്തിയ ആ പുലയിയെ സ്മരിച്ച് ആദരിക്കുവാനായിരിക്കണം ആ സ്വപ്നം. വിശാലമായ വയൽ ഈ പുലയ കുടുംബത്തിന് ദാനിച്ചു. അവിടുത്തെ നെല്ലായിരുന്നു ഏറെക്കാലം ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുസന്നിധിയിൽ പുത്തരിയായി സമർപ്പിച്ചു പോന്നത്. അങ്ങനെ പുത്തരിക്കണ്ടം എന്ന പേര് അത് സമ്പാദിച്ചു. കണ്ടവും കൊയ്ത്തും എല്ലാം ഓർമ്മയായെങ്കിലും ആ പേര് തുടർന്നു പോകുന്നു. കായേനവാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ സദാശിവായേതി സമർപ്പയാമി. ശ്രീ ജഗദംബികായേതി സമർപ്പയാമി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.